ടോക്ക് ഷോ ആരംഭിക്കാം. അപ്പോൾ ഒന്നുകൂടി ഇത്തരം ഈ ഒരു വേദി ഒരുക്കി തന്ന ലയൺസ് നമ്മുടെ ട്രിവാൻഡ്രം റെയിൻബോയുടെ ഭാരവാഹികൾക്കും ശങ്കർ നഗർ റെസിഡൻസ് വിമൻസ് ഫോറം ഭാരവാഹികൾക്കും ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിത് ആരംഭിക്കാം. ഞാൻ പുതുതായിട്ടുള്ളതുപോലെ വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് മെമ്മറൈസ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെമ്മറിയിൽ അതിനെ വരുത്തുക, അല്ല അതിനൊരു അടുക്കിച്ചിട്ടായിട്ട് കൊണ്ട് നിങ്ങളുടെ മൈൻഡിൽ കൊണ്ടെത്തിക്കുക എന്നുള്ള ഒറ്റ ഡ്യൂട്ടി എനിക്കുള്ളൂ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇത് വെറുതെ ഒരു വൺ സൈഡ് ലെക്ചറായിട്ട് നിങ്ങൾക്ക് കാണണ്ട. ഏത് സമയത്ത് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇൻട്രക്ട് ചെയ്യാം, നിങ്ങൾക്ക് ചോദിക്കാം, നമുക്കത് ഡിസ്കഷൻ രൂപത്തിലാക്കാം. നമുക്ക് വളരെ ഈ പ്രമേയത്തിൻ്റെ നമുക്ക് ടോപ്പിക് തന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ശ്രീനിവാസ് സാറ് ഒന്ന് രണ്ട് തവണ എൻ്റെ അടുത്ത് ഈ ടോപ്പിക്കിൻ്റെ ഡിസ്കഷൻ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ടൈറ്റിൽ കൊണ്ടുവന്നത്. പ്രമേയം അറിയേണ്ടതല്ല, നിങ്ങൾക്ക് എന്തെല്ലാം ഇതിനെപ്പറ്റി അറിയാനുണ്ട് നമുക്കതെല്ലാം നമുക്കിന്ന് ചർച്ച ചെയ്യാം. കാരണം ഒരാൾക്കുള്ള സംശയം എല്ലാവർക്കും ഒരു പ്രയോജനകരമായി വരട്ടെ. നമുക്ക് ആ രീതിയിൽ തന്നെ നമുക്ക് ഓരോ സമയത്തും ചർച്ച ചെയ്ത് പോകാം. അപ്പോൾ നവംബർ 14 നമുക്കറിയാം ലോക പ്രമേഹ ദിനമാണ്. കഴിഞ്ഞ മാസമായിരുന്നു ലോക പ്രമേഹ മാസമായിട്ട് നമ്മുടെ ആഗോളതലത്തിൽ ആചരിച്ചത്. അപ്പോൾ ഈ നവംബർ 14 പ്രത്യേകത എന്താണ്? എന്തുകൊണ്ടാണ് നവംബർ 14 പ്രമേഹ ദിനം നടത്തുന്നു? എന്തുകൊണ്ട് ഡിസംബർ 14 ജനുവരി 14 നവംബർ 10 20 നടത്താതെ നവംബർ 14 നടത്തുവാനുള്ള കാരണം എന്താണ്? ആരെങ്കിലും ഷെയർ ചെയ്യാവോ? ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് ലോക പ്രമേഹ ദിനവും കൂടി കുട്ടികളും പ്രമേഹ രോഗവുമായിട്ടുള്ള എന്തുകൊണ്ടാണ് നവംബർ 14 ചിൽഡ്രൻസ് ഡേ ആയിട്ട് നടത്താനുള്ള കാരണം? അതെ, ജവഹർലാൽ നെഹ്റുവിൻ്റെ എന്താണ് വന്നപ്പോൾ ഇന്ത്യ മൊത്തമായിട്ട് ചിൽഡ്രൻസ് ഡേ അല്ലേ? എന്താണ് നെഹ്റുവും ചിൽഡ്രൻസുമായിട്ടുള്ള കുട്ടികൾ? മാഡം അകത്ത് വന്നോളൂ, ചായയായിട്ട് വന്നാൽ ഇവിടെ അകത്തോട്ടിരുന്നല്ല, അടുത്ത അകത്ത് ഒന്ന് രണ്ട് പേരോടെ ഇവിടെ വന്നിരുന്നോളെ. ഇവിടെ വന്നോളൂ മാഡം. ഗൂഗിൾ വെരി ഗുഡ്. അപ്പോൾ സാർ ഗൂഗിൾ ചെയ്ത് അതിനിടയ്ക്ക് നോക്കി പറയുക. ഓക്കെ, ഗുഡ്, താങ്ക് യു. അപ്പോൾ നമ്മുടെ നവംബർ 14 ലോക പ്രമേഹ ദിനം ആഗോളതലത്തിലുണ്ടെങ്കിലും നമ്മുടെ ഇന്ത്യയിൽ ചിൽഡ്രൻസ് ഡേ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ നമ്മുടെ ഇന്ത്യയിലെ ശിശുദിനമായിട്ട് ആചരിക്കുവാനുള്ള കാരണം നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് കുട്ടികളോടുള്ള അമിത വാത്സല്യവും അമിത സ്നേഹവും കാരണം അദ്ദേഹത്തിൻ്റെ ജന്മദിനം നമ്മുടെ ഇന്ത്യ മുഴുവൻ ചിൽഡ്രൻസ് ഡേ ആയിട്ടാണ്, കുട്ടികളുടെ അവകാശ ദിനം അല്ല അവരുടെ ദിവസമായിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്തത്. കാരണം നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് കുഞ്ഞുങ്ങളോടുള്ള വാത്സല്യം കാരണം, ഇഷ്ടം കാരണം അങ്ങനെ സംഭവിച്ചതാണ്. അതുപോലെ തന്നെ സാർ പറഞ്ഞതുപോലെ നവംബർ 14 എന്ന് പറയുന്നത് ഒരുപക്ഷെ 100 വർഷം മുമ്പ് ഒരു കാലഘട്ടം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. 100 വർഷം മുമ്പുള്ള കാലഘട്ടം എന്ന് പറയുന്നത് പ്രമേഹം 2 രീതിയിലുണ്ട്, ടൈപ്പ് 1 ടൈപ്പ് 2. ടൈപ്പ് 1 എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ പാൻക്രിയാസ് ഗ്രന്ഥിയിലെ ഇൻസുലിൻ ഉത്പാദനം പൂർണ്ണമായിട്ടും ഇല്ലാതിരിക്കുന്ന ഒരു കുഞ്ഞുങ്ങളിൽ വരുന്ന, സാധാരണഗതിയിൽ കുഞ്ഞുങ്ങളിൽ കാണുന്ന, മുതിർന്നവരും വരാം ടൈപ്പ് 1. അപ്പോൾ അത്തരക്കാർക്ക് ഇൻസുലിൻ ഉത്പാദനമേ ഇല്ലാത്ത ഒരു വിഭാഗമാണ് ടൈപ്പ് 1 കാറ്റഗറി. ഇപ്പോൾ പണ്ട് കാലത്ത് 100 വർഷം മുമ്പ് 1920 മുമ്പുള്ള കാലഘട്ടത്തിൽ ടൈപ്പ് 1 പ്രമേഹ രോഗത്തിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് സ്റ്റാർവേഷൻ തെറാപ്പിയാണ്. കാരണം അവർക്കൊന്നും കഴിക്കാൻ കഴിയില്ല. അവർ പ്രമേഹ രോഗിയാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ചില ക്യാൻസർ നമ്മൾ ഡയഗ്നോസ് ചെയ്തു കഴിഞ്ഞാൽ ഇത്ര മാസമോ ഇത്ര വർഷത്തിന് ശേഷം മരണം ഡോക്ടർമാരെ വിധി എഴുതും പോലെ കുഞ്ഞുങ്ങളുടെ മരണ വിധി എഴുതി വാർഡിൽ അഡ്മിറ്റ് ചെയ്യുകയും അപ്പുറത്തും ഇപ്പുറത്തും പേരൻസ് നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയും. കാരണം ആ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അൽപ്പോൾ ഷുഗർ കൂടുകയും കുട്ടികൾ കീറ്റോസിസിലോട്ട് പോവുകയും മരണമടയുകയും ചെയ്തുകൊണ്ടിരുന്ന, അതായത് കുഞ്ഞുങ്ങളെ ആഹാരം കഴിക്കാതെ സ്റ്റാർവേഷൻ എത്രത്തോളം കഴിക്കാതെ കൊണ്ടുപോകാം, ആ കുഞ്ഞുങ്ങൾ അത്ര മണിക്കൂർ കൂടെ ജീവിക്കും എന്നുള്ളൊരു കാലഘട്ടത്തിലാണ് ഫ്രെഡറിക് ബാൻഡിങ്ങും ചാൾസ് വെസ്റ്റ് എന്ന് പറയുന്നത്. ചാൾസ് വെസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇവർ രണ്ടുപേരും ഇൻസുലിൻ എന്ന് പറയുന്ന ദിവ്യ ഔഷധം കണ്ടുപിടിച്ചത്. അപ്പോൾ ആ ഔഷധം കണ്ടുപിടിക്കുകയും അത് ആദ്യത്തെ തോംസൺ എന്ന് പറയുന്ന ആദ്യത്തെ ഒരു ടൈപ്പ് 1 ഒരു കുഞ്ഞിന് ഇൻജക്റ്റ് ചെയ്യുകയും പിന്നീട് ചരിത്രം
തിരുത്തിക്കുറിക്ക് വഴിമാറുകയും ആ കുഞ്ഞ് തന്നെ വർഷങ്ങളോളം ജീവിച്ചു എന്ന് കാണിക്കുക. നമുക്കിപ്പോൾ അറിയാം, ടൈപ്പ് 1 കുട്ടികളോ അല്ലെങ്കിൽ പ്രമേഹ രോഗികളോ എല്ലാവരും ഒരുപോലെ ഒരേ രീതിയിൽ ജീവിതം കൊണ്ടുപോകാൻ നമുക്കിന്ന് ഭാഗ്യമുണ്ടാക്കി തന്ന ആ ഒരു വ്യക്തിയാണ് ഫ്രെഡറിക് ബാൻഡിങ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹമാണ് ഇൻസുലിൻ കണ്ടുപിടിച്ചത് 1921-22 കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് നവംബർ 14. അപ്പോൾ അദ്ദേഹത്തിനോടുള്ള ആദര സൂചകമായാണ് നവംബർ 14 ലോകമാകമാനം നമ്മുടെ വേൾഡ് ഡയബറ്റീസ് ഡേ ആയിട്ട് ലോകാരോഗ്യ സംഘടനയും ഇന്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷനും ആചരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഇവർ രണ്ടുപേരാണ് ഫ്രെഡറിക് ബാൻഡിങ്ങും ചാൾസ് ബെസ്റ്റ് മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. ബാൻഡിങ് ഡോക്ടറും സയൻറ്റിസ്റ്റുമാണ്. ആ പട്ടിയുടെ പേര് മാർജോലി എന്നാണ്. അവരുടെ ആദ്യത്തെ ഇൻസുലിൻ ഷോട്ട് എടുത്തത് ഈ പട്ടി മാർജോലി എന്ന് പറയുന്ന ഈ പട്ടിയുടെ പുറത്താണ് അവർ ആദ്യത്തെ ഇൻസുലിൻ കണ്ടുപിടിച്ചതിന് ശേഷമുള്ള ഷോട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ്. സോ നമുക്ക് പ്രമേഹത്തിൻ്റെ ഒരു അവലോകനമാണ്. നമുക്ക് പ്രമേഹത്തെക്കുറിച്ച് ഞാൻ എൻ്റെ ചെറിയൊരു പ്രശ്നം കുറച്ച് കാലം ഈ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തിരുന്നതുകൊണ്ട് ക്ലാസ് പിള്ളേർക്ക് എടുത്തെടുത്തിട്ട് ഈ നടന്നുള്ള ശീലം ഉണ്ടാകുന്നത് നിങ്ങൾ ദയവ് ചെയ്ത് സഹായിക്കണം. ഞാൻ എൻ്റെ ഒരു ഇവിടെ നടക്കാൻ സൗകര്യം കുറവായതുകൊണ്ടാണ് ഞാൻ പുറകിലോട്ട് മുമ്പിലോട്ട് നടക്കുന്നത്. അതൊന്ന് ശകലമുണ്ട്, അല്ലെങ്കിൽ ഞാൻ കുഴപ്പമില്ല. സോ പ്രമേഹത്തിൻ്റെ ചെറിയൊരു അവലോകനമാണ്. നമ്മുടെ പ്രമേഹത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. കാരണം ലോകത്തിൻ്റെ പ്രമേഹത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ ഏലിയട്ട് ജോസ്ലിൻ പറയുന്നത് പ്രമേഹത്തെക്കുറിച്ച് എത്ര കണ്ട് അറിവുള്ള രോഗിയോ ആ രോഗിയുടെ ആയുസ്സും ആരോഗ്യവും അത്ര കണ്ട് വർദ്ധിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പ്രമേഹ രോഗി ആ രോഗത്തെക്കുറിച്ച് എത്ര കണ്ട് അറിവുണ്ടോ ആ രോഗിയുടെ ആയുസ് അല്ലെങ്കിൽ ആരോഗ്യം അത്ര കണ്ട് വർദ്ധിച്ചിരിക്കുന്നു. ഫാദർ ഓഫ് ഡയബറ്റീസ് എന്നറിയപ്പെടുന്ന ഡോക്ടർ ഏലിയട്ട് ജോസ്ലിൻ US-ലെ ബോസ്റ്റണിൽ ജോസ്ലിൻസ് യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടുത്തെ ആ ജോസ്ലിൻസ് യൂണിവേഴ്സിറ്റി ഔദ്യോഗികമായിട്ട് ആരംഭിച്ച ഡോക്ടറാണ് ഡോക്ടർ ഏലിയട്ട് ജോസ്ലിൻ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് എനിക്ക് ഈ ജോസ്ലിൻസ് യൂണിവേഴ്സിറ്റിയിൽ പോയി ഡയബറ്റീസിൻ്റെ ട്രെയിനിങ് നേടുവാനുള്ളൊരു ഭാഗ്യവും എനിക്ക് കിട്ടിയിട്ടുള്ളതായിരുന്നു എൻ്റെ പഠനകാലത്ത്. സോ പ്രമേഹത്തെക്കുറിച്ച് കൂടുതൽ അറിവുള്ള രോഗി കൂടുതൽ നാൾ ജീവിച്ചിരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്. നമുക്ക് എന്താണ് പ്രമേഹം എന്നറിയാം. ആ സ്ലൈഡ് അങ്ങ് വിട്ടേക്കും. എന്താണ് പ്രമേഹം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം പറയാമോ? എന്താണ്? നമുക്കൊരു ജസ്റ്റ് ഒരു 1 സൈഡ് ലെക്ചറായിട്ട് പോകണ്ട. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾ ഒന്നാമത് ചായ കുടിച്ചിരിക്കുകയാണ്, ഉറങ്ങി തുടങ്ങും. അത് കണ്ട് ഞാനും ഉറങ്ങും. ആകെ കൺഫ്യൂഷൻ. അതിനേക്കാളും നമുക്കൊരു ഡിസ്കഷൻ രൂപത്തിലാവും. എന്താണ് പ്രമേഹം? പറഞ്ഞോളൂ, അറിയാവുന്നത് പറഞ്ഞോളൂ. ഷുഗർ സെല്ല് എടുക്കാതെ ബ്ലഡിൽ കലക്കും. സെല്ല് അത് അക്സെപ്റ്റ് ചെയ്യാൻ പത്തോളജിയിലോട്ടൊന്നും പോകണ്ട. നമുക്ക് ഓക്കെ അല്ല ഓക്കെ പറയുന്നതെല്ലാം കറക്റ്റാണ്. എന്നാൽ ആ ഒരു ഫൈനൽ വേർഡ് എന്താണ് പ്രമേഹം? 50 വയസ്സാകുമ്പോൾ സ്വൈര്യക്കേട് ഉണ്ടാകുന്ന അവസ്ഥയാണ് പ്രമേഹം. ഓക്കെ, മെറ്റബോളിസം ഷുഗർ എന്ന് പറയുന്നത് ഒറ്റ വേർഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒറ്റ വേർഡ് അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ പറഞ്ഞാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്ന അവസ്ഥയാണ് പ്രമേഹം. അതെല്ലാവർക്കും അറിയാമല്ലോ. നമുക്ക് ഏറ്റവും ചുരുങ്ങി അതിൻ്റെ പത്തോളജി ബാക്കി കാര്യങ്ങളൊക്കെ വിട്ടേക്കും. ഒരു വ്യക്തിയുടെ രക്തത്തിലെ പഞ്ചസാര അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിക്കുന്ന അവസ്ഥയാണ് പ്രമേഹം. ഇനി ഏതിൽ കൂടുതൽ വർദ്ധിക്കുമ്പോഴാണ് ഒരു വ്യക്തിയെ പ്രമേഹ രോഗി എന്ന് പറയുന്നത്? ഉദാഹരണത്തിന് വെറും വയറ്റിൽ ഏതിൽ കൂടുതൽ, ആഹാരം കഴിച്ച് 2 മണിക്കൂറാകുമ്പോൾ ഏതിൽ കൂടുതൽ വർദ്ധിക്കുമ്പോഴാണ് ഒരു വ്യക്തിയെ പ്രമേഹ രോഗി എന്ന് നിർദ്ദേശിക്കുന്നത്? 120 കൂടുതൽ പറയൂ. പിന്നെ 140 അപ്പൊ 140 സാർ ഇപ്പോൾ അത് വ്യത്യാസം എല്ലാവരും പറയും, കുഴപ്പമില്ല. അല്ല, ഇപ്പോൾ അതിൻ്റെ ഇത് മാറി മാറി വെക്കുന്നു. അതിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിലെ ഉദ്ദേശം വേണം. അതെ. പിന്നെ അതിന് ഏതിൽ കൂടുമ്പോഴെന്നാണ് ഞാൻ കട്ട് ഓഫ് വാല്യൂ ആണ് ചോദിച്ചത്. 140 പറഞ്ഞു. എല്ലാവരും പറയൂ, ഒരു ഡിജിറ്റ് പറഞ്ഞാൽ പോലെ അതൊന്നും പറയാം, കുഴപ്പമില്ല. ഏജ് അനുസരിച്ച് മാറാം എന്നുള്ളതാണ്. പറഞ്ഞോളൂ, വേണം, കുഴപ്പമില്ല. തെറ്റിയാൽ കുഴപ്പമില്ല. 140 110 ഓക്കെ. എനിവേ നമുക്ക് ഇനി ഔദ്യോഗികമായിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ സ്ലൈഡ്. അപ്പോൾ ഒരു വ്യക്തിയുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വെറും 126 അതിൽ കൂടുകയോ
ആഹാരം കഴിച്ച് 2 മണിക്കൂറാകുമ്പോൾ 200 അതിൽ കൂടിയാൽ മാത്രമേ ആ വ്യക്തിയെ നമുക്ക് പ്രമേഹ രോഗി എന്ന് നിർവചിക്കുവാൻ കഴിയൂ. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഏജ് അനുസരിച്ച് ഇതിൻ്റെ ക്രൈറ്റീരിയയിൽ ചേഞ്ച് ഇല്ല. നമ്മുടെ ലോകാരോഗ്യ സംഘടന ഇന്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷൻ്റെ നിർവചനം അനുസരിച്ച് ഏതൊരു ഏജിനും ഏതൊരു വയസ്സിനും ഒരൊറ്റ ക്രൈറ്റീരിയ ആണ്. 2, ഇതങ്ങനെ കാലങ്ങളല്ല വർഷം തോറും മാറുന്ന ഒരു രീതിയില്ല. ഇതിന് മാറുന്നതിനൊരു ഒരു ഘടനയുണ്ട്. ഒരു പഠനത്തിൻ്റെ ഒരു ഘടന. നമ്മൾ ഇതിൻ്റെ ഓരോ പഠനം ഇത് അവസാനമായിട്ട് മാറിയത് 10-12 വർഷങ്ങൾക്ക് മുമ്പാണ്. 110 അതിന് ചെറിയൊരു മാറ്റം വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ അവസാന ഘട്ടത്തിലെ നമ്മുടെ നിർവചനം അനുസരിച്ച് ഒരു വ്യക്തിയുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വെറും വയറ്റിൽ 126 ആഹാരം കഴിച്ച് 2 മണിക്കൂറാകുമ്പോൾ 200 ആയാൽ മാത്രമേ ആ വ്യക്തിയെ പ്രമേഹ രോഗിയെ നിർവചിക്കാൻ കഴിയൂ. അപ്പം നമുക്ക് തന്നെ ആലോചിക്കും, അതെന്തോ ഈ ഡോക്ടർ പറയുന്നത്, നമ്മൾ 180 160 ഒക്കെ ആകുമ്പോഴേ എല്ലാ ഡോക്ടർമാരും മരുന്ന് തരുന്നില്ലേ, 110 ഒക്കെ ആകുമ്പോഴേ ഇൻസുലിനൊക്കെ കഴിക്കുന്നില്ലേ, പിന്നെ സാറ് എന്ത് പറയുന്നത് 126 എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു വ്യക്തിയുടെ നോർമൽ ഗ്ലൂക്കോസ് അളവെന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ സാധാരണ നിലയിലുള്ള ഗ്ലൂക്കോസ് അളവെന്ന് പറയുന്നത് വെറും വയറ്റിൽ 100-ൽ താഴെയും ആഹാരം കഴിച്ച് 2 മണിക്കൂറാകുമ്പോൾ 140-ൽ താഴെയും ആയിരിക്കണം. മനസ്സിലായല്ലോ? ഇനി ഞാൻ പറഞ്ഞ് 126 200 ആയാലേ പ്രമേഹമാകാവൂ. അപ്പോൾ ഈ വെറും വയറ്റിൽ 100 മുതൽ 125 വരെയും ആഹാരം കഴിച്ച് 2 മണിക്കൂറാകുമ്പോൾ 140 മുതൽ 200 193 വരെയും എന്താണ് എന്നുള്ളതാണ് നിങ്ങളുടെ സംശയം. ഉണ്ടെങ്കിൽ നിങ്ങൾ സംശയം വരേണ്ടതാണ്. അപ്പോൾ 100 വരെ നോർമലാണ്, പക്ഷെ 126 ആയാലേ ഡയബറ്റീസ് വരും. അപ്പോൾ 100 മുതൽ 125 വരെ എന്ന് പറയുന്ന ഇംപ്ലൈഡ് ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ പ്രമേഹ പൂർവാവസ്ഥ അല്ലെങ്കിൽ പ്രീ ഡയബറ്റിസ് എന്ന് നമ്മൾ പറയും. അതുപോലെ 140 മുതൽ 199 വരെ ഇംപയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ്, അതായത് പ്രമേഹ രോഗി ആയിട്ടില്ല, പക്ഷേ അവർ നാളെ പ്രമേഹ രോഗി മറ്റന്നാളോ അടുത്ത വർഷമോ 5 വർഷത്തിന് ശേഷം ആവും ആ ഒരു പ്രമേഹ പൂർവാവസ്ഥ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഒരു വ്യക്തിയുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് വെറും വയറ്റിൽ 126 200 ആഹാരത്തിന് ശേഷം ആയാൽ മാത്രമേ നിങ്ങൾ ഔഷധങ്ങൾ കഴിച്ചു തുടങ്ങേണ്ടതായിട്ടുള്ളൂ. ഏതെങ്കിലും ഡോക്ടർമാർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ വെറും വയറ്റിൽ 120 കഴിച്ചു തുടങ്ങണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കാം, ഒരു ഡോക്ടർ ക്ലാസ് എടുത്തല്ലോ 126 എന്നിട്ട് എനിക്ക് എന്തിന്? അപ്പോൾ ആ ഡോക്ടർ 2 മറുപടി കഴിക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അഡീഷണൽ റിസ്ക് ഫാക്ടേഴ്സ് കാണാം, കാരണം മറ്റെന്തെങ്കിലും ഇപ്പോൾ ഹൈപ്പർ ടെൻഷനോ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും റിസ്ക് ഫാക്ടർ എക്സ്പ്ലെയിൻ ചെയ്യും. അല്ലെങ്കിൽ പറയും കാരണം 100 മുതൽ 125 വരെയും 140 മുതൽ 199 വരെയും പ്രീ ഡയബറ്റീസിലാണ് നമ്മുടെ ആഹാര രീതി കൊണ്ടും അതിൻ്റെ കൺട്രോൾ കൊണ്ടും വ്യായാമം കൊണ്ടും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത്. ഇനി എപ്പോഴെങ്കിലും ഒരിക്കൽ 126 200 ആയാൽ നമ്മൾ ഔഷധങ്ങൾ കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഷുഗർ 100 ആയാലും 90 ആയാലും 130 ആയാലും 140 ആയാലും നമ്മുടെ ചികിത്സ കണ്ടിന്യൂ ചെയ്യണം. കാരണം നമ്മുടെ ഔഷധങ്ങളുടെ ബലത്തിലാണ് നമ്മുടെ അതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പം തന്നെ ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ്. ഈ രോഗലക്ഷണങ്ങൾ വളരെ സിമ്പിളാണ്. എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ടോ? ഓക്കെ സാർ, ഇതൊന്നും ചോദിക്കൂ. എല്ലാവരും എൻ്റെ പേരൻസിൻ്റെ ഏജ് ഉള്ളവരാണ്. നിങ്ങൾ എല്ലാവരും വെരി ഗുഡ് സർ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് പ്രമേഹം നമ്മളെ എത്ര തരത്തിലുണ്ടെന്നുള്ളതിൽ 4 തരത്തിലുണ്ട്. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4 എന്ന് പറയുന്നത്. ടൈപ്പ് 1 ടൈപ്പ് 2 ഞാൻ നേരത്തെ പറഞ്ഞ ടൈപ്പ് 1 കുഞ്ഞുങ്ങളിൽ, ടൈപ്പ് 2 95% ഉള്ള ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ടത്. ടൈപ്പ് 4 എന്ന് പറയുന്ന ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയും. നമ്മുടെ പ്രഗ്നൻസിയിൽ വരുന്ന ആ ഗർഭകാലത്തെ പ്രത്യേകത കാരണം ഗർഭിണികൾ കാണുന്ന ഡയബറ്റീസാണ് ടൈപ്പ് 4. ടൈപ്പ് 3 എന്ന് പറയുന്ന വേറെ കുറേ കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് പാൻക്രിയാസ് ഗ്രന്ഥിയിൽ കല്ലുണ്ടെങ്കിൽ, പാൻക്രിയാസ് ഗ്രന്ഥിക്ക് ക്യാൻസർ ഉണ്ടാവുകയാണെങ്കിൽ, മറ്റ് ചില ഇൻഡോക്രൈൻ ഡിസോർഡറായ കുഷിംഗ് സിൻഡ്രോം ഉണ്ടെങ്കിൽ, ചില ഔഷധങ്ങൾ കഴിക്കുകയാണെങ്കിൽ, സാർ പറഞ്ഞ സ്റ്റിറോയിഡ് ഔഷധം കഴിക്കുകയാണെങ്കിൽ ആ സമയത്ത് ആ ഔഷധത്തിൻ്റെ എഫക്റ്റ് കാരണം പ്രമേഹ രോഗം ഉണ്ടാകാം. 2 രീതിയിൽ വരാം. ഔഷധത്തിൻ്റെ എഫക്റ്റിൽ പ്രമേഹ രോഗം നമുക്ക് ന്യൂ ഓൺസെറ്റ് ആയിട്ട് ഉണ്ടാകാം. 1-2 വർഷത്തിന് ശേഷം വരാൻ സാധ്യതയുള്ള പ്രമേഹ രോഗം നേരത്തെ വരികയും ചെയ്യാം. അപ്പോൾ സാധാരണഗതിയിൽ ആ ഔഷധം നിർത്തുകയും ആ ഔഷധത്തിൻ്റെ എഫക്റ്റ് മാറുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതശൈലിയിലെ മാറ്റം കൊണ്ട് ഓട്ടോമാറ്റിക്കലി ബ്ലഡ് ഷുഗർ റിഡ്യൂസ് ചെയ്യും. അത്തരക്കാരിൽ അൺലെസ് അതർവൈസ് വേറെ റിസ്ക് ഫാക്ടറോ വേറെ എമർജൻസി ഇല്ലെങ്കിൽ ഔഷധങ്ങളുടെ ആവശ്യമില്ല പ്രമേഹ രോഗത്തിൻ്റെ. പക്ഷേ വളരെ ചുരുക്കം ചിലരുകൾക്കും അത് ഇപ്പോൾ 5 വർഷത്തിന് ശേഷം വരേണ്ട പ്രമേഹം ഇത്തരം ഔഷധം കുറച്ചേറെ വർഷം കഴിച്ചത് കാരണം വരികയാണെങ്കിൽ അത് ചിലപ്പോൾ ഒരു ഫുൾ ബ്ലോൺ ഡയബറ്റിക്കായിട്ട് മാറുകയും ചെയ്യും. ചിലപ്പോൾ അവർക്ക് ഔഷധങ്ങൾ, പ്രമേഹ രോഗത്തിൻ്റെ ഔഷധങ്ങൾ സ്ഥിരമായി കഴിച്ചു തുടങ്ങേണ്ടതായിട്ടുള്ളതാണ്.
പക്ഷേ സാധാരണ നമുക്കൊരു ശ്വാസം മുട്ടലിന് 3 ദിവസത്തെയോ അല്ലെങ്കിൽ ഒരു സ്കിന്നിന് ഇൻഫെക്ഷനോ ഒരു 5 ദിവസത്തെയോ സ്റ്റെറോയിഡ് കഴിച്ചു, അപ്പോൾ ഷുഗർ കൂടി, അത് പേടിക്കേണ്ട കാര്യമില്ല. അത് കുറച്ച് കഴിയുമ്പോൾ ഔഷധത്തിൻ്റെ എഫക്റ്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി റിവേർട്ട് ചെയ്യും. പക്ഷേ നമ്മുടെ ആസ്മ പോലുള്ള അസുഖത്തിനോ അല്ലെങ്കിൽ ചില ഡെർമറ്റോളജിക്കൽ കണ്ടീഷന് ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ സപ്ലിമെൻറ്റുകൾ കഴിക്കേണ്ടി വരാം. അത്തരക്കാർക്ക് ചിലപ്പോൾ പ്രമേഹ രോഗം, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി, കോവിഡ് കാരണം കോവിഡ് ഓൺസെറ്റ് ഡയബറ്റീസ്, ചില അസുഖം വരുന്നത് ആ അസുഖം കാരണം പ്രമേഹ രോഗം ഉണ്ടാവാം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് അതിലൂടെ വരാം സാർ. ഓക്കെ. സോ രോഗലക്ഷണങ്ങൾ: അമിതദാഹം, അമിത വിശപ്പ്, ഇടയ്ക്കിടയ്ക്കുള്ള മൂത്രമൊഴിപ്പ്, പ്രത്യേകിച്ച് രാത്രി സമയം ഒന്നിൽ കൂടുതൽ തവണ മൂത്രമൊഴിക്കുക, പെട്ടെന്നുള്ള ഭാരനഷ്ടം, ശരീരം ക്ഷീണിച്ച് ഭാരം നഷ്ടപ്പെടുക, ഇടയ്ക്കിടയ്ക്കുള്ള പൂപ്പൽ ബാധ, ശരീരത്തിന് ഇൻഫെക്ഷൻ വരിക, സദാ ക്ഷീണം, ഡയബറ്റിസ് ഫെറ്റിക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി, നിങ്ങളുടെ വീട്ടിലെങ്കിലും ആർക്കെങ്കിലും ഡയബറ്റിസ് ഉള്ള എത്ര പേരുണ്ടോ? നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലോ? കൈവക്കാവോ? ഓക്കെ. ഓൾമോസ്റ്റ് ഒരു 80% ആൾക്കാരും വീട്ടിലോ. നിങ്ങൾക്ക് എപ്പോഴും ശ്രദ്ധിക്കുക, ഇത്തരം അവയർനെസ് നിങ്ങൾക്ക് വേണ്ടി വരുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ ഭാവിയിൽ നമ്മുടെ കുട്ടികൾക്കോ വരാൻ സാധ്യതയുള്ള അസുഖമാണിത്. നമ്മളതിൻ്റെ അവയർനെസ് നമുക്ക് കറക്റ്റായിട്ട് തന്നെ അറിഞ്ഞിരിക്കണം. ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. അതിൽ ഞാൻ പെട്ടെന്നുള്ള ഭാരനഷ്ടം എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം നോക്കിയിരിക്കും. അല്ലെങ്കിൽ ഞാൻ ചവിട്ടിയായി മേഡത്തിൻ്റെ ചവിട്ടി നമുക്ക് ശാസ്ത്രീയമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസീസാണ് സാർ. പക്ഷേ സാറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്കതൊരു അവസ്ഥയെന്ന് വേണമെങ്കിൽ പറയാം. നമുക്കൊരു അസുഖമായിട്ട് കാണണ്ട, അതിലൊരു അവസ്ഥയായിട്ട് തന്നെ പറയാം. സാർ ഉദ്ദേശിച്ച് അതാണെങ്കിൽ മനസ്സിലായി. അതൊരു അസുഖമായിട്ട് കാണണ്ട. കാരണം ഇതൊരു അസുഖമായിട്ട് കാണാൻ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇമ്പാക്ട്, കാരണം പ്രമേഹം എന്ന് പറയുന്ന നേരത്തെ നമ്മൾ പ്രാസംഗിക സംസാരിച്ചതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ബാധിക്കാത്ത ഒരവയവവും ബാക്കിയില്ല. നമ്മുടെ തലയിലെ ഹെയർസ് തൊട്ട് നമ്മുടെ കാലിലെ നഖത്തിനെ അവരെ ബാധിക്കാവുന്നതാണ് പ്രമേഹം. ഇപ്പം നമ്മുടെ മൈൻഡിനെ, നമ്മുടെ സ്ട്രെസ്സിനെ, എല്ലാത്തിനെയും ബാധിക്കും. നമ്മുടെ ആ അസുഖം എന്നുള്ളൊരു ഫീൽഡിലോട്ട് കൊണ്ടുപോകും. പക്ഷേ ശാസ്ത്രീയമായിട്ട് ഇതൊരു അസുഖം തന്നെയാണ്. പക്ഷേ നമ്മളത് നമ്മുടെ ഒരു ഷാഡോ, നമ്മുടെ ഒരു നിഴലായിട്ട് കണ്ട് അതുമായിട്ടൊന്ന് യോജിച്ച് പോവുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വേണ്ട ഒരു കാര്യം. അപ്പോൾ നമ്മുടെ പെട്ടെന്നുള്ള ഭാരനഷ്ടം എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഭാരം നഷ്ടപ്പെടുത്താനുള്ള മറ്റെന്തൊക്കെ കണ്ടീഷൻസാണ് നിങ്ങൾക്ക് അറിയാവുന്ന? പ്രമേഹമല്ലാതെ തൈറോയിഡ്. വെരി ഗുഡ്. തൈറോയിഡ് 2 രീതിയിലുണ്ട് അല്ലേ? തൈറോയിഡ്, ഹൈപ്പർ തൈറോയിഡ് ഉണ്ട്, ഹൈപ്പർ തൈറോയിഡ്. ഹൈപ്പർ തൈറോയിഡ് എന്ന് പറയുന്നത് തൈറോയിഡ് ഹോർമോൺസിൻ്റെ അളവ് കുറയുന്നതാണ്. അത് നമ്മുടെ ശരീരം വണ്ണിച്ച് വരിക ചെയ്യുന്നത്. പക്ഷേ ഹൈപ്പർ തൈറോയിഡ്, ഓവർ ആക്റ്റീവ് തൈറോയിഡിൽ നമ്മുടെ ശരീരം ക്ഷീണിച്ച് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ 1 പ്രമേഹം, 2 ഹൈപ്പർ തൈറോയിഡ് അല്ലെങ്കിൽ തൈറോയിഡ് ടോക്സിക്കോസിസ്, 3ാമത് എന്താണ്? ക്യാൻസർ. വെരി ഗുഡ്. മാലിഗ്നൻസി. ഇപ്പോൾ എല്ലാം അറിയാവുന്ന ഒരു ഗ്രൂപ്പാണ്. വെരി ഗുഡ്. അപ്പോൾ ക്യാൻസർ, മാലിഗ്നൻസി. ഓക്കെ. അപ്പോൾ ക്യാൻസർ വന്നാൽ നമുക്കറിയാം, അതിനെ കൂടുതൽ പറയേണ്ട കാര്യമില്ല, നമുക്കെല്ലാം അറിയാം. 4ാമത്തെ കണ്ടീഷൻ എയ്ഡ്സ്. വെരി ഗുഡ്. അതാരാണ് പറഞ്ഞത്? സാറ് പറഞ്ഞ അതാണ് പെട്ടെന്ന് കേട്ടത്. വെരി ഗുഡ് സർ, വെരി ഗുഡ്. എയ്ഡ്സ് സാധാരണ അധികം ആരും പറയാത്ത ഇതാണ്. നമ്മളെ ഇടയിൽ അങ്ങനെ ഒരു അസുഖം ഒരുപാട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ നോവലിലും സിനിമകളിലും ഒക്കെ കേൾക്കുന്ന കാര്യമാണ് എയ്ഡ്സ്. അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. നമ്മുടെ ശരീരത്തിന് ഏറ്റവും വല്ലാത്ത അവസ്ഥയിൽ എത്തിക്കുന്ന ഒരു അസുഖമാണ് എയ്ഡ്സ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു മറ്റൊരു പേര് കൂടി മെഡിക്കൽ സയൻസിലുണ്ട്. അറിയോ അതെന്താണെന്ന്? ആർക്കെങ്കിലും? HIV എന്ന് പറയുന്ന എയ്ഡ്സ് ഉണ്ടാകുന്ന വൈറസിൻ്റെ പേരാണ്, അസുഖത്തിൻ്റെ അല്ല. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന് പറയുന്ന വൈറസിന് ആർക്കെങ്കിലും അറിയോ? അതിന് നമുക്ക് സ്ലിം ഡിസീസ് എന്നും കൂടി പറയാറുണ്ട്. അതായത് സ്ലിം ബ്യൂട്ടി എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ശരീരത്തിന് മെലിച്ച് നമ്മുടെ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ അസുഖത്തിന് സ്ലിം ഡിസീസ് എന്നും കൂടി പറയാറുണ്ട്. സോ വെരി ഗുഡ്. ഇപ്പോൾ 4ാമത്തെ കണ്ടീഷൻ പറഞ്ഞു. ഇനി ഒരെണ്ണം കൂടി പറഞ്ഞ് അടുത്ത സൈഡ് കൊടുക്കുക. ശരീരത്തിൻ്റെ ഓസ്റ്റിയോപോറോസിസ്. അങ്ങനെ വണ്ണം കുറയണമെന്നില്ല സാർ, വണ്ണം കൂടുന്നത് TB, ട്യൂബർക്കുലോസിസ്. വെരി ഗുഡ്. ക്ഷയരോഗം. അതുകൊണ്ടാണ് നമ്മുടെ ശരീരം ക്ഷയിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത് തന്നെ ക്ഷയരോഗം. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. പ്രമേഹം, ഹൈപ്പർ തൈറോയിഡ്. എന്തെങ്കിലും വേണം മേഡം? ലൈറ്റ്. ഓക്കെ. ആരെങ്കിലും ലൈറ്റ് ഒന്ന് ഇട്ടേക്കണം. പ്രമേഹം, ഹൈപ്പർ തൈറോയിഡ്, എയ്ഡ്സ്, നമ്മുടെ ട്യൂബർക്കുലോസിസ്, മാലിഗ്നൻസി. 5 കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കണം. ഒരുപാട് കാര്യങ്ങൾ വരാം, പക്ഷെ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളാണിത്. ഓക്കെ. നെക്സ്റ്റ്. പ്രമേഹം മാരകമാണോ? സ്ലൈഡ് അവിടെ ഇരുന്നോട്ടെ, നിങ്ങളുടെ മറുപടി പറയൂ. പ്രമേഹം മാരകമാണോ? അല്ല, സ്ലൈഡ് ഇരുന്നോട്ടെ, നിങ്ങളുടെ ഒപ്പീനിയൻ എന്തുകൊണ്ടാണ്? സ്ഥലമുണ്ട്, ഫ്രണ്ടിലുണ്ട്.
ഫ്രണ്ടില്ല ഫസ്റ്റ് സ്വിച്ച് ഉണ്ട്. ഓൾവേസ് നമ്മളെ ഇങ്ങനെ ഓരോ തരത്തിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് മാരകം? ശരിയായിട്ട് കെയർ ചെയ്തില്ലെങ്കിൽ ഇവിടെ പുറകിൽ ആരും മറുപടി പറയുന്നില്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞു, ഞാൻ നോക്കും പണ്ട് ഈ മറ്റേ സ്കൂളിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എല്ലാവരും കുഞ്ഞൊക്കെ ഇരിക്കുന്നു. സാർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആരും എന്നെ നോക്കുന്നില്ല. എല്ലാവരും കുഞ്ഞിന് അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും. പറയൂ, ട്രീറ്റ്മെന്റ് എടുത്ത് മാറിയാണ്. അല്ലെ എന്റെ ചോദ്യം ഞാൻ വേറൊരു രൂപത്തിലാക്കാം. ഇത് ഈ സ്ലൈഡിനെ മാറ്റിക്കോളാം. മാറ്റണ്ട, ഞാൻ മനസ്സിൽ നിന്ന് മാറ്റാൻ പറഞ്ഞു. അതായത് നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാനിടയാകുന്ന പ്രശ്നം എന്താണ്? ഹാർട്ട് അറ്റാക്ക്, അടുത്ത സ്ട്രോക്ക്, പിന്നെ കിഡ്നി ഫെയിലിയർ. പറഞ്ഞോളൂ. ഹാർട്ട് ഫെയിലിയർ, ക്യാൻസർ, ഇതെങ്കിലും പുറകെയുള്ളവർ പറഞ്ഞോട്ടെ. ലിവർ സിറോസിസ്, ഒരുപാട് പേരുടെ മരിക്കുന്നുണ്ടാവും. പിന്നെ കേൾക്കട്ടെ, പറഞ്ഞോളൂ. നിങ്ങൾക്കും ഇത് വനിതാ സംഗമം എന്നുള്ളത് നിങ്ങൾ പറയാതിരിക്കണ്ട. പുരുഷന്മാര് സ്ട്രോക്ക് ഇവിടെ ആരോ പറയും. ഓർമ്മ കുറഞ്ഞ ആളുകൾ മരിച്ചു വീഴുകയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ, അത് നിങ്ങൾ അറിയാവുന്ന ഒരു 10 പേരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കും. ഞാൻ 1-2 കണ്ടീഷൻസ് പറയാം. ആക്സിഡന്റ് എന്ന് കേട്ടിട്ടില്ലേ? ആരും ആക്സിഡന്റ് കൊണ്ട് മരിക്കുന്നില്ലേ? വെള്ളപ്പൊക്കം കേട്ടിട്ടില്ലേ? പ്രളയം, കൊടുങ്കാറ്റ്, ഇതൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ ഞാൻ അസുഖമല്ല ചോദിച്ചത്, കണ്ടീഷനാണ്. പക്ഷേ ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാനിടയാകുന്ന അസുഖത്തിന്റെ പേര് പ്രമേഹ ഡയബറ്റീസ് ആണ്. അതായത് അവരുടെ കണക്ക് പ്രകാരം ഓരോ 7 സെക്കൻഡിലും ലോകത്ത് ഒരു പ്രമേഹ രോഗി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് 1 മിനിറ്റ് ക്ലാസ് എടുക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക, ഇപ്പൊ ഏതൊക്കെയോ 8 പേര് ഈ 1 മിനിറ്റിൽ ലോകത്ത് പ്രമേഹം കാരണം മരിക്കുകയാണ്. പക്ഷേ മരിക്കുന്നതൊന്നും അറ്റാക്ക് ആയിരിക്കാം, സ്ട്രോക്ക് ആയിരിക്കാം, കാൽമുറിച്ചായിരിക്കാം, ക്യാൻസർ ആയിരിക്കാം. പക്ഷെ അതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് പ്രമേഹമാണ്. ഓരോ 7 സെക്കൻഡിൽ ഒരു പ്രമേഹ രോഗി മരിക്കുകയും അതേ 7 സെക്കൻഡിൽ ലോകത്ത് പുതിയ 2 പ്രമേഹ രോഗികൾ ഉണ്ടാവുകയും ചെയ്യുകയാണ്. അടികൊണ്ടിരുന്നത് ഇരിക്കാനാണ്. ഓരോ 7 സെക്കൻഡിലും ലോകത്ത് ഒരു പ്രമേഹ രോഗി മരിക്കുമ്പോൾ അതേ 7 സെക്കൻഡിൽ ലോകത്ത് 2 പ്രമേഹ രോഗികൾ പുതുതായി ജനിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ പ്രമേഹം നമ്മുടെ സമൂഹത്തിന് എത്ര കണ്ട് കാണുന്നു തിന്നുന്നു നമ്മൾ മനസ്സിലാക്കുക. ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ലൈൻ. പ്രമേഹത്തിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത ശ്രദ്ധിക്കുക. നമുക്ക് 80-90% എന്ന് പറഞ്ഞാലും നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ഡോക്ടറിന്റെ രീതിയിൽ മൈക്കിൽ പറയാൻ പാടില്ലെങ്കിൽ കൂടി മനസ്സിലാക്കുക, ഒരിക്കൽ ഡയബറ്റീസ് വന്നാൽ ജീവിതത്തിൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഇല്ലാതെ 90 വയസ്സോ 100 വയസ്സോ വരെ ജീവിക്കണമെന്ന് പറഞ്ഞാൽ അതിനുള്ള ചികിത്സ കണ്ടുപിടിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് മനസ്സിലായല്ലോ. പ്രമേഹ രോഗമുണ്ട് എങ്കിൽ നമ്മുടെ ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടാകും. ആ ബ്ലോക്കിന് 50, 40, 60 വയസ്സിൽ വരുന്ന ബ്ലോക്കിനെ അല്ല അറ്റാക്കിനെ 80, 90 വയസ്സിലാക്കുവാനുള്ള ചികിത്സാ രീതി മാത്രമേ ഇന്ന് വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ളൂ. അതായത് പ്രമേഹ രോഗം വന്നാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത 100% എന്നുള്ളത് മനസ്സിലാക്കുക. നെക്സ്റ്റ്, സ്ട്രോക്ക്. ഒരു വർഷം തളർന്നു പോകാനുള്ള സാധ്യത 50%. നെക്സ്റ്റ്, പാദവിച്ഛേദം. ഓരോ 30 സെക്കൻഡ് അത് മാറി ഇപ്പം പുതിയ ഇതിൽ ഓരോ 20 സെക്കൻഡിന് ലോകത്ത് ഒരു പ്രമേഹ രോഗിയുടെ പാദം മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള സിറ്റുവേഷൻ മനസ്സിലാക്കുക. നെക്സ്റ്റ്, വൃക്കസ്തംഭനം. ഏറ്റവും ഭയാനകവും ചെലവേറിയതുമായിട്ടുള്ള ഒരു പ്രശ്നമാണ് വൃക്കസ്തംഭനം. എന്തുകൊണ്ടാണ് ഞാൻ ഈ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും നമ്മുടെ ഇതിൻ്റെയൊക്കെ പാദം മുറിച്ച് മാറ്റുന്നതൊക്കെ പറഞ്ഞപ്പോൾ ഭയാനകമെന്ന് പറയാതെ വൃക്കുകളുടെ കാര്യം പറഞ്ഞപ്പോൾ ഭയാനകമെന്ന് പറയാനുള്ള കാരണം എന്തായിരിക്കും? ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നുണ്ടോ? ഉറപ്പാണല്ലോ. ഓക്കെ, എന്തുകൊണ്ടായിരിക്കാം? ഓക്കെ, അല്ല ഹാർട്ട് അറ്റാക്ക് പഴയതുപോലെ അല്ല. അറ്റാക്കും ബൈപ്പാസ് ഒക്കെ വന്ന ആ 5-6 ലക്ഷമൊക്കെ നമുക്ക് വാങ്ങിക്കുന്ന എക്സ്പെൻസീവ് രണ്ടുമാണ്. അല്ല എൻ്റെ ചോദ്യം ഞാൻ വേറെ രൂപത്തിലാക്കാം. ഒരു രോഗി കെയർടേക്കർ വരുന്നു, ഡോക്ടർ രോഗിക്ക് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നു, രോഗിക്ക് വിഷമം വരുന്നു, കൂടുള്ളവർക്ക് വിഷമം വരുന്നു, സ്ട്രോക്ക് എന്ന് പറയുന്നു. പക്ഷേ വൃക്കകളെ ബാധിച്ച് ആ ഒരു പ്രത്യേക സാഹചര്യത്തിലായെന്നറിയുമ്പോൾ രോഗിയെക്കാളും ഡോക്ടറിന് വിഷമം വരുന്നു. കാര്യം എന്തായിരിക്കാം? അല്ല, ഡോക്ടറിന് വിഷമം വരണമെങ്കിൽ എന്തൊക്കെ കാരണങ്ങളുണ്ടാവാം? പ്രധാനമായിട്ടും